നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യുഎയിലുള്ളവർക്ക് ആകമാനം ഒരു ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുഎയിൽ വിതരണം ചെയ്യുന്ന ചൈനയുടെ സിനോഫാം വാക്സിൻ്റെ ഫലപ്രാപ്തി കൂടിയതായി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫലപ്രാപ്തി 78% മുകളിലാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബെയ്ജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഗവേഷണത്തിലാണ് ഈ ഒരു കാര്യം കണ്ടെത്തിയത്. യുഎഇ, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പഠനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സിനോഫാം വാക്സിൻ യുഎഇയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന വാക്സിൻ കൂടിയാണ്. വാക്സിൻ്റെ 2 ഡോസുകളും എടുത്തവരിൽ നടത്തിയിട്ടുള്ള പഠന ഗവേഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ 72.5% ഈ വാക്സിൻ്റെ ഫലപ്രാപ്തി. 40,000 പേരിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം നടത്തിയിരുന്നു. ഇതിൽ 142 പേർ കോവിഡ് രോഗികളായിരുന്നു. ഇതിൽ 2 പേർ ഗുരുതര അവസ്ഥയിലുമായിരുന്നു. എന്നാൽ ഗർഭിണികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരെ ഗവേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഫലത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. യുഎഇയിൽ എല്ലാ വർഷവും വാക്സിൻ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. ഇത് സംബന്ധിച്ചും പഠനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചൈനീസ് കമ്പനിയായിട്ടുള്ള സിനോഫാം വികസിപ്പിച്ച വാക്സിൻ കൂടിയാണ് ഇത്. ഈ കോവിഡ് വാക്സിന് 2020 ഡിസംബറിലാണ് യുഎഇ അംഗീകാരം നൽകിയത്. തൊട്ടു പിന്നാലെ പൊതുജനങ്ങൾക്കും കൊടുക്കുകയായിരുന്നു. അബുദാബി ഹോപ്പ് കൺസോർഷ്യത്തിൻ്റെ നേതൃത്വത്തിൽ 20 ലക്ഷം ഡോസ് വാക്സിനുകളായിരുന്നു ആദ്യഘട്ടത്തിൽ യുഎഇയിൽ എത്തിച്ചേരുന്നത്. എന്നാൽ അതിനു മുന്നേ മാസങ്ങളായി യുഎഇയിൽ 3ാം ഘട്ട പരീക്ഷണം നടത്തി വന്നിരുന്ന വാക്സിനാണ് സിനോഫാം. പരീക്ഷണ ഫലം യുഎഇ ആരോഗ്യ മന്ത്രാലയവും അബുദാബി ആരോഗ്യ വകുപ്പും വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. കോവിഡിനെതിരെ 86% ഫലപ്രാപ്തി വാക്സിൻ ഉണ്ടെന്നാണ് അന്ന് കണ്ടെത്തിയിരുന്നത്. വാക്സിൻ ആൻറ്റിബോഡിയെ നിർവീര്യമാക്കുന്ന സീറോ കൺവെൻഷൻ റേറ്റ് 99%, രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ പ്രതിരോധിക്കുന്നതിൽ 100% ഫലപ്രാപ്തിയും വാക്സിൻ ഉണ്ടെന്നും കണ്ടെത്തി. ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും വാക്സിൻ ഉള്ളതായി കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ 79.34% വാക്സിൻ്റെ ഫലപ്രാപ്തി എന്നാണ് ചൈനീസ് നിർമ്മാതാക്കളുടെ അവകാശവാദം. കഴിഞ്ഞ മാർച്ചിൽ സിനോഫാം യുഎഇയിൽ നിർമ്മിക്കാൻ ധാരണ ആയിരുന്നു. റാസൽ ഖൈമിലെ ഗൾഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട് അബുദാബി കേന്ദ്രവുമായി പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടർ സ്ഥാപനമായിട്ടുള്ള ഗ്രൂപ്പ് 42വുമായി കരാറിൽ ഒപ്പിട്ടിരുന്നു. സിനോഫാം വാക്സിൻ സ്വീകരിച്ച് 6 മാസം പിന്നിട്ടവർക്ക് അടുത്ത മാസം മുതൽ ബൂസ്റ്റർ ഡോസുകൾ നൽകി തുടങ്ങും. 3ാം ഡോസ് ബൂസ്റ്റർ വാക്സിൻ വിതരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ആദ്യ രാജ്യമാണ് യുഎഇ എന്നാലും ശ്രദ്ധേയമായ കാര്യമാണ്. ചൈനീസ് വിനോദസഞ്ചാരികൾക്ക് വ്യാഴാഴ്ച മുതൽ യുഎഇ കോവിഡ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകി തുടങ്ങി. 200 ചൈനക്കാരെയാണ് ആദ്യ ദിനം ജുമൈരയിലെ അൽസഫ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വാക്സിൻ സ്വീകരിക്കാനായി എത്തിയത്. സ്വദേശികൾക്കും യുഎഇ വിസക്കാർക്കുമാണ് നിലവിൽ സൗജന്യ വാക്സിൻ നൽകി വരുന്നത്. സന്ദർശക വിസയിൽ എത്തുന്നവരിൽ വാക്സിന് അനുമതി ലഭിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് ചൈന. 16 വയസ്സിന് മുകളിലുള്ള ചൈനക്കാർക്കാണ് വാക്സിൻ നൽകുകയെന്ന് യുഎഇ അറിയിച്ചു.